പുന്നമടക്കായലിലെ ഓളപ്പരപ്പുകളിൽ ആവേശത്തിരവേറാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട്ടും വള്ളംകളിയുടെ ആവേശം നെഞ്ചേറ്റിയവരുണ്ട്. ഓളപ്പരപ്പിലെ പോരാളികൾക്കായി തുഴ നിർമ്മിക്കുന്ന തിരക്കിലാണവർ. തുഴ നിർമ്മാണത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഓളപ്പരപ്പുകളെ കീറിമുറിക്കാൻ തുഴക്കാരുടെ ആയുധം അത് ചെത്തിമിനിക്കൊരുക്കുകയാണ് ഇവിടെ. നല്ല പനയലകുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ചെത്തുമിനുക്കിയെടുത്ത് കൈപ്പിടിയും വെച്ചുപിടിപ്പിച്ച കളിയോടങ്ങൾക്കുള്ള തുഴകളായി മാറ്റുന്നത്. ഓണക്കാലം എത്തും മുൻപേ ഇവിടെ തിരക്കേറും. ആലപ്പുഴയിൽ നിന്നു മാത്രം 1000-ലധികം തുഴകളാണ് ഓരോ വർഷവും ഓർഡർ ലഭിക്കുക. വള്ളംകളി സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് സ്ഥിരമായി ഓർഡർ നൽകി വരുന്ന 12ഓളം ബോട്ട് ക്ലബ്ബുകളുമുണ്ട്. ഒരു ചുണ്ടൻവള്ളത്തിന് 130 തുഴയാ ഒരു വള്ളത്തേല്. അത് പല വള്ളത്തിനും പല മോഡലുകളാണ്. അത് 7.5 വീതി ഉള്ളതുണ്ട്, 7 വീതിയുണ്ട്, പിന്നെ മങ്കൂസ് ഉണ്ട് തുഴ. പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, വീതി കൂടുതലുണ്ട്, നീള വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ. അവര് പറഞ്ഞ വീതി കൂടുതൽ കിട്ടുമ്പോൾ വെള്ളം ഒത്തിരി പിടിക്കാന്നുള്ള രീതിയാണ് അവർ ഓർക്കുന്നത്. ചിലവർക്ക് അതിൽ കൂടുതൽ തീരെ ചെറിയ വീതി 6 ഇഞ്ച് വീതിയുള്ള തുഴ മതി. ചിലവർക്ക് 8 ഇഞ്ച്, ചിലർക്ക് 7.5 ഇഞ്ച് വേണം. ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് തുഴ നിർമ്മിക്കാനുള്ള പന അലകുകൾ എത്തിക്കുന്നത്. പന കിട്ടാത്തത് ഇത്തവണ ചെറിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വള്ളക്കാർ അതിന്റെ അളവും കാര്യങ്ങളും എല്ലായിട്ട് വരും. അപ്പൊ നമുക്ക് ഞങ്ങളൊരു ആവറേജ് നീളത്തിലാണ് ഞങ്ങളിത് മുറിച്ചിവിടെ കൊണ്ട് ഇടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവർ തരുന്ന അളവ് അനുസരിച്ച് ഞങ്ങളത് കൊടുക്കുകയാണ്. പന വളരെയധികം നല്ല പന എന്ന് പറഞ്ഞാൽ ഈ കറുപ്പ് ഓട്ടി കൂടിയുള്ള പന വളരെ കുറവാണ്, കിട്ടാനില്ല. പനയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് നല്ല പന അല്ലെങ്കിൽ ആർക്കും അതിനോട് താല്പര്യമില്ല. അത് തന്നെ അല്ല, നല്ല പന അല്ലെങ്കിൽ 1-2 മുറിക്കുള്ളിൽ കിട്ടത്തുമില്ല. നല്ല രീതിയിൽ പ്രതിസന്ധി, സാധനം കിട്ടാനില്ല. ഞങ്ങൾ എത്ര 2-3 ദിവസമൊക്കെ നടന്നാലേ ചിലപ്പോൾ 1-2 പനയൊക്കെ കിട്ടുള്ളൂ. കാര്യം എല്ലായിടത്തും പനയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല പനകളല്ല. അതുകൊണ്ട് നമുക്ക് തുഴയൊന്നും ഉണ്ടാക്കാനേ പറ്റത്തില്ല. പള്ളിയോടങ്ങൾക്കും കളിവള്ളങ്ങൾക്കും വേണ്ടി മാത്രമല്ല, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലേക്ക് കടത്തിയാത്രാ വള്ളങ്ങൾക്ക് വേണ്ടിയും തുഴകൾ ധാരാളമായി നിർമ്മിച്ചു നൽകുന്നുണ്ട്. കട്ടിംഗ് മെഷീനും ഉളിയും ചിന്തേരുമടക്കം പലതരം മെഷീനുകൾ ഉപയോഗിച്ചുള്ള പണിയാണെങ്കിലും ഓരോ തുഴയും തയ്യാറാക്കാൻ സമയം 1 മുതൽ 2 മണിക്കൂർ വരെ വേണം. അപ്പോ തുഴക്കാരൊക്കെ റെഡിയാണ്. അതാ ഇവിടെ തുഴയും റെഡിയാണ്. ഇനിയുള്ളത് പുന്നമടക്കായലിലെ കൈക്കരുത്തിന്റെ ആവേശ പോരാട്ടമാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.